തിരുമുറ്റത്തെത്തുവാൻ ഒരു വട്ടം കൂടിയെന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ തിരുമുറ്റത്തൊരു കോടി നിൽക്കുന്നൊരാളെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം മരമൊന്നുലുത്തുവാൻ മോഹം കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്തു അതിനൊന്നും തിന്നുവാൻ മോഹം സുഖമിയും കയ്പും കുളിരും മധുരവും മുതലുവാതിപ്പോലും മോഹം തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ചെന്ത് മധുരമെന്നോതുവാൻ മോഹം എന്ത് മധുരമെന്നോതുവാൻ മോഹം ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ വെറുതെ ഇരുന്നൊരു കുയിലിന്റെ പാട്ടുകേറ്റൊരു പാട്ടു പാടുവാൻ മോഹം പാട്ടു പാടുവാൻ അത് കേൾക്കെ ഉച്ചത്തിൽ പോവും കുയിലിന്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം ഒടുവിൽ പിണങ്ങി പറന്നു പോ പക്ഷിയോട് എന്നോടുവാൻ മോഹം വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോൾ വെറുതെ മോഹിക്കുവാൻ മോഹം വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം ശരണം നീയെന്നും സുരഗോള ലക്ഷ്യങ്ങൾ അണിയിട്ടുയർത്തി അധികാര സൗഹൃദ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിളക്കി കുടികൊള്ളും സത്യമേ ശരണം നീ നിത്യം ദുരിതങ്ങൾ കൂടാടും ഉലകത്തിൽ നിന്റെ പരിപൂർണ തേജസ് വിളയാടി കാണാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ അഖിലാദി നായക തവ തിരു മുൻപിൽ അഭയമായി നിത്യവും പണിയുന്നു ഞങ്ങൾ സമരാഗ കൃഷ്ണകളാകവേ നീങ്ങി സമതയും ശാന്തിയും ക്ഷേമവും തിങ്ങി ജനതയും ജനതയും കൈകോർത്തിളങ്ങി ജനിത സൗഭാഗ്യത്തിൻ ഗീതം മുഴങ്ങി ജനലോകമേ
കുരിശൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും സ്ഫുരണമായി നിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ സമ്മേളനം നടത്തുന്ന ഈ നിമിഷം വരെ നമ്മുടെ ഈ കലാലയത്തിൽ പഠിക്കുകയും നമ്മെ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്ത നിരവധി നമ്മുടെ ഗുരുക്കന്മാരും പലരും നമ്മുടെ സഹപാഠികളായിരുന്നവരും നമ്മോട് യാത്ര പിരിഞ്ഞു പോയിട്ടുണ്ട്. അവരോടുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഒരു നിമിഷം ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് മൗനം ആചരിക്കുവാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സമ്മേളനത്തിന്റെ സ്വാഗതം ആശംസിക്കുന്നതിന് മുമ്പ് ഒരു ചടങ്ങ് നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നത് ഈ വേദിയിൽ ഇരിക്കുന്ന അധ്യാപകരെ നമ്മുടെ ഈ സമ്മേളന പന്തലിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് മുഖപരിചയമുള്ളവരല്ല. അതുകൊണ്ട് അവർ സ്വയമായി അവർ ഈ സ്കൂളിൽ പഠിപ്പിച്ച വർഷവും അവരുടെ പേരും പറഞ്ഞ് നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തുന്ന അവസരമൊരുക്കുകയാണ്. എൻ്റെ പേര് ജി മുരളീധരൻ എന്നാണ്. 1979 മുതൽ 94 വരെ ഈ സ്കൂളിലെ അധ്യാപകനായിരുന്നു. ഞാൻ കെ വി അലക്സാണ്ടർ 1964 മുതൽ 1973 വരെ ഈ സ്കൂളിൽ സയൻസ് അധ്യാപകനായി. എസ് ആർ കരുണാകരൻ എന്നാണ് പേര്. 1970 മുതൽ 1972 12 വർഷം ഇവിടെ കുടുംബമായി താമസിക്കുകയും നിരവധി കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തു എന്നുള്ള അഭിമാനത്തോടുകൂടിയാണ് ഞാൻ ധരിക്കുന്നത്. എൻ്റെ പേര് ബി എം ജോസഫ്. ഞാൻ എന്നാണ് ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന ഓർക്കുന്നില്ല. കൃത്യമായി ഡേറ്റ് പറഞ്ഞാൽ കള്ളക്കൽ സ്റ്റീഫൻ ആ കേസിന്റെ പറഞ്ഞ അതിന്റെ പിറ്റേദിവസമായിട്ടാണ് ഞാൻ പോകുന്നത്. സ്റ്റീഫന്റെ അനുജൻ രാജുവിനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്ന 71 മുതൽ 74 വരെയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പേര് ശേഖരൻ. 1968 മുതൽ 1984 വരെ ഈ സ്കൂളിലുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് 2 വർഷം ഇവിടെ നിന്നും കല്ലാർകുട്ടി സ്കൂളിലേക്ക് ഞാൻ ട്രാൻസ്ഫറായി പോവുകയുണ്ടായി. അതിനുശേഷം ഇവിടെ തന്നെ തിരിച്ചു വന്നു. അങ്ങനെയാണ് 84 ആണ് ഇവിടെ വന്നിട്ട് വിജയവിഷയത്തേക്ക് നിന്ന് കുളമാവിലേക്കാണ് ട്രാൻസ്ഫറായി പോയത്. ഞാൻ 94 റിട്ടയർമെന്റ്. എന്റെ പേര് കെ പി വർഗീസ്. 1964 ഒക്ടോബർ 25-ാം തീയതിയാണ് ജോയിൻ ചെയ്തത്. 1974 ജൂലൈ മാസം വരെ ഇവിടെ വർക്ക് ചെയ്തു. ഏതാണ്ട് 10 വർഷം. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഏറ്റുമാനൂരിലേക്ക് ട്രാൻസ്ഫറായി പോയി. പിന്നെ 1990 പ്രൊമോഷനായി 2 വർഷം കാസർഗോഡും 1 കൊല്ലം കോട്ടയം മെഡിക്കൽ കോളേജ് ഹൈസ്കൂളിലും 2 കൊല്ലം പുതുപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് വർക്ക് ചെയ്ത് 1995 റിട്ടയർ ചെയ്ത് ഇപ്പോൾ പുതുപ്പള്ളി താമസിക്കുന്നു. ഞാനിവിടെ 1979 മുതൽ 84 വരെ അധ്യാപകനായി ജോലി നോക്കി. അത് കഴിഞ്ഞ് ഞാൻ പാലക്കാട് ജില്ലയ്ക്ക് സ്ഥലമാറ്റം വാങ്ങി പാലക്കാട് ജില്ലയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. 1995 മാർച്ച് 31 പെൻഷനായി. 2 കുട്ടികൾ. മൂത്ത കുട്ടി ഗ്രഹജോലി, ജോലിയൊന്നും ആയില്ല. രണ്ടാമത്തെ ആൺകുട്ടി അവൻ ചാർട്ടേഡ് അക്കൗണ്ടന്റാണ്. അവൻ ഗൾഫിലെ ഫിനാൻഷ്യൽ മാനേജരായി ജോലി ചെയ്യുന്നു. ഇവിടെ ഞാൻ പരിചയപ്പെട്ട എന്റെ അധ്യാപകര്, എന്റെ പൂർവ്വ അധ്യാപകരും അതുപോലുള്ള സുഹൃത്തുക്കളായ അധ്യാപകരും
ഈ ഐശ്വര്യം തുളുമ്പുന്ന ഈ വെള്ളത്തൂർ സ്കൂളിൽ നിന്ന് സ്ഥലമാറ്റം വാങ്ങിയോ അല്ലെങ്കിൽ ഇവിടുന്ന് പെൻഷനായോ പോയിട്ടുള്ള ഒരു അധ്യാപകൻ പോലും ഒരു വിഷമസ്ഥിതിയിൽ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നല്ല രീതിയിൽ വാർഷിക ജീവിതം, പെൻഷൻ ജീവിതം നല്ല രീതിയിൽ കഴിയുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കി. അതിന് ഞാൻ ഈശ്വരനോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നിങ്ങൾക്കും നല്ല രീതിയിൽ നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. എന്റെ പേര് രാജമ്മ എന്നാണ്. ഞാൻ 1970 GHS ഹൈസ്കൂളിലേക്ക് വന്നു UP സെക്ഷനിലാണ് പഠിപ്പിച്ചിരുന്നത്. 1995 വരെ ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ താമസിക്കുന്നത് ശല്യാമ്പാറ വീട്ടിലാണ്. ജോലിക്ക് വരുന്നതും അവിടെ നിന്ന് ഇവിടുന്ന് പോകുമ്പോഴും ഇപ്പോഴും ശല്യാമ്പാറ താമസിക്കുന്നു. എന്റെ പേര് P. രാധമ്മൾ. ഞാൻ വെള്ളത്തുവൽ സ്കൂളില് 1979 സെപ്റ്റംബർ മുതൽ 2010 മാർച്ച് വരെ 30 വർഷക്കാലം ഇവിടെ ഒരു ജൂനിയർ സംസ്കൃത അധ്യാപികയായിട്ട് ജോലി ചെയ്തു. എന്റെ മക്കളുടെ മക്കളെ വരെ പഠിപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അത്രയൊരു ചാരിതാർത്ഥ്യമുണ്ട്. അതിന് എന്നെ അനുവദിച്ച ഈ 30 വർഷക്കാലം എന്നെ ഇവിടെ നിലനിർത്തിയ ഈ നല്ല നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ തലകുനിക്കുന്നു. ഞാനിപ്പോൾ വിശ്രമ ജീവിതം കൊല്ലത്ത് എന്റെ നാട്ടില് അഞ്ചൽ എന്ന ഗ്രാമത്തിലാണ്. അവിടെ ഞാനും എന്റെ ഭർത്താവിനെ നിങ്ങൾക്കെല്ലാം പരിചയം കാണും. ഇവിടെ തന്നെ അവർ ജോലി ചെയ്ത K. ചന്ദ്രശേഖരൻ സാറും സുഖമായിട്ട് ജീവിക്കുന്നു. എന്റെ പേര് അംബുജ ഷിയോസ്. ഞാൻ ഇവിടെ 1979 ജൂൺ മുതൽ 1984 നവംബർ വരെ ഇവിടെ ജോലി ചെയ്തിരുന്നു. എന്നെക്കാൾ കൂടുതൽ പരിചയം ഈ നാട്ടിൽ എന്റെ ഹസ്ബൻഡ് ആണ്, ദേവൻ PC എന്ന് പറഞ്ഞ ദേവൻ മാസ്റ്റർ. അദ്ദേഹം ഇപ്പോൾ ഇല്ല. ഞാൻ താമസിക്കുന്നത് കോലഞ്ചേരിക്കടുത്ത് കറുകപ്പള്ളി എന്ന സ്ഥലത്താണ്. എന്റെ പേര് ജമീലാബായ്. ഞാൻ 63 ജൂലൈയിൽ ഇവിടെ ജോയിൻ ചെയ്തു. 78 ഇവിടുന്ന് മാറി. എന്റെ ഹസ്ബൻഡ് PS അബ്ദുൽ ഖാദർ മരിച്ചിട്ട് 6 വർഷം കഴിയുന്നു. ഒന്നുകൂടി കാണാൻ കഴിഞ്ഞ തവണ ഞാൻ വന്നിരുന്നു. ഒന്നുകൂടെ നിങ്ങളെ കാണാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ശോശാമ്മ E. ജോൺ. നേരത്തെ നിങ്ങളെ പരിചയപ്പെട്ട KP വർഗീസാറിന്റെ ഭാര്യയാണ്. ഇവിടെ 68 മുതൽ 73 വരെ സയൻസ് അധ്യാപികയായി ജോലി ചെയ്തിരുന്നു. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് പുതുപ്പള്ളി എന്ന സ്ഥലത്താണ്. അത് അദ്ദേഹം പറഞ്ഞതാണ്, സാർ പറഞ്ഞതാണ്. ദൈവത്തിന്റെ കരുണ കൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഈ ദിവസം ഇവിടെ വന്ന് കാണുന്നതിനും എല്ലാവരുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കുന്നതിനും സാധിച്ചു. ആ വലിയ നന്മ നിങ്ങളെല്ലാവരുമായിട്ട് സന്തോഷത്തോടെ പങ്കുവയ്ക്കുന്നു. ഞങ്ങളുടെ സഹപ്രവർത്തകരെ എല്ലാം വീണ്ടും കാണുന്നതിനും ഒന്നിച്ച് കുറച്ചു നേരം കഴിച്ചു കൂട്ടുന്നതിനും നിങ്ങൾ ഉണ്ടാക്കി തന്ന ഈ അവസരത്തിന് ഇതിന്റെ ഭാരവാഹികളോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊള്ളുന്നു. എന്റെ പേര് EK സുകുമാരി. ഞാൻ 58 മുതൽ 24 വരെ ഇവിടെ പഠിച്ചതാണ്. അത് കഴിഞ്ഞ് 79 മുതൽ 84 വരെ ഇവിടെ UP സ്കൂളിൽ വർക്ക് ചെയ്തു. ഇപ്പൊ പാലക്കാട് ജില്ലയിലാണ്. എന്റെ ഭർത്താവാണ് ചന്ദ്രസാറ്. L. സരസമ്മാൾ. വെള്ളത്തൂവൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1980 വന്നു. 1997 ഇവിടുന്ന് സ്ഥലം മാറ്റം മാറി കിട്ടിപ്പോയി. ആലപ്പുഴ ജില്ലയിലാണ്. എന്റെ ഭർത്താവും കുഞ്ഞുങ്ങളുമായി ഞാൻ 10 വർഷം ഇവിടെ താമസിച്ചു. അദ്ദേഹം ഇവിടുത്തെ ക്ലർക്കായിരുന്നു. പേര് ചക്രപാണി. അവിടെ നിന്ന് അദ്ദേഹം കല്ലാർകുട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ക്ലർക്കായി സ്ഥലമാറ്റം വാങ്ങി പോവുകയും അമ്പലപ്പുഴയ്ക്ക് കുട്ടികളുമായി നേരെ പോയി. 97 ഞാൻ ഇവിടുന്ന് സ്ഥലം മാറ്റം വാങ്ങി ആലപ്പുഴ ജില്ലയിലേക്ക് പോയി. ആലപ്പുഴ ജില്ലയിലെ KK കുഞ്ചുപിള്ള മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 2007 പെൻഷനാണ്. കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നു. മോശമില്ലാത്തൊരു കുടുംബ ജീവിതം.
ഇടയ്ക്കിടയ്ക്ക് ചില ലേഖനങ്ങളൊക്കെ മലയാള ഭാഷ കൈകാര്യം ചെയ്തത് കൊണ്ട് മറക്കാതിരിക്കാൻ എഴുതുന്നു. ഇടയ്ക്ക് ആകാശവാണിയിൽ ചില പ്രോഗ്രാം നാടൻ ജീവിതക്രമങ്ങളൊക്കെ ആകാശവാണിക്കാർ വിളിച്ച് എന്നോട് ചോദിച്ചു പറയും. കാരണം ഒരു കാലഘട്ടം ഗ്രാമം നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടായിരുന്നു. ഇന്നത് നഷ്ടപ്പെട്ടു. ഇപ്പൊ ഓർക്കാൻ എന്നെ പോലുള്ള പ്രായമായ ആളുകളിൽ നിന്ന് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. തിരുവനന്തപുരം ആകാശവാണിയിലേക്ക് വല്ലപ്പോഴും ഒക്കെ പോകുന്നു. അവരും എന്തെങ്കിലും തരുന്നു, പെൻഷൻ കിട്ടുന്നു. പിന്നെ പത്രത്തിൽ എന്തെങ്കിലുമൊക്കെ എനിക്കറിയാവുന്ന രീതിയിൽ ഭാഷ കൈകാര്യം ചെയ്യുന്നു. സന്തോഷവും എല്ലാവിധ സുഖ സമൃദ്ധിയോടും കൂടി ജീവിക്കുകയാണ്. വെള്ളത്തൂവൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടിയ ആ അളവില്ലാത്ത സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. രക്ഷാകർത്താക്കളും നാട്ടുകാരും എന്റെ വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് പ്രിയപ്പെട്ട എന്റെ അധ്യാപകരിൽ നിന്ന് കിട്ടിയ സ്നേഹവും ഞാൻ ഇപ്പോഴിവിടെ ഓർക്കാൻ ശ്രമിക്കുകയാണ്. ഇനി എപ്പോഴെങ്കിലും വെള്ളത്തൂവൽ ഇതുപോലൊരു സമ്മേളനം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാനിവിടെ എത്തിയിരിക്കും. ഞാൻ ഇല്ലാത്ത കാലത്ത് വന്ന അധ്യാപകരെ കാണാൻ കഴിഞ്ഞതും പരിചയപ്പെട്ടതും വളരെ സന്തോഷം. എന്റെ കാലയളവിൽ ഉണ്ടായിരുന്നവരെ വീണ്ടും കാണാൻ കഴിഞ്ഞതും നന്ദി രേഖപ്പെടുത്തുന്നു. എന്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, എന്റെ സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ഞാൻ 12 വർഷം ഈ സ്കൂളിൽ ഹിന്ദി അധ്യാപികയായിട്ട് ഞാൻ ജോലി നോക്കി. 1976 ഞാൻ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 1987 ഞാൻ ഇവിടെ നിന്നും ട്രാൻസ്ഫറായി പോയി. എനിക്കിവിടെ വരാൻ സാധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. എന്റെ ഭാരവാഹികൾക്ക് ഞാൻ 1000 നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എനിക്ക് വരാൻ എന്റെ പേര് റാമിയ കുഞ്ഞ്. എല്ലാവർക്കും ശ്രദ്ധിക്കുകയാണ് ഞാൻ. നിങ്ങളുടെ ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ അങ്ങ് ആകെ ഒരിതായി പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത്. പിന്നെ നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹാദരങ്ങൾ ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ എന്റെ അധ്യാപകര് അതുപോലെ തന്നെയായിരുന്നു എന്നോട് സ്നേഹം. പോകുന്നത് വരെയും 1987 ഞാൻ ഇവിടെ നിന്ന് കുട്ടമ്പുഴ സ്കൂളിലേക്കായിരുന്നു പോയത്. എന്റെ നാട് വള്ളികുന്ന്. ഓച്ചിറ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. എന്റെ പേര് അശോക് വർമ്മരാജ. ഞാനിവിടെ 75 തൊട്ട് 77 വരെ വർക്ക് ചെയ്തു. എന്റെ നാട് പൂഞ്ഞാറാണ്. ഇവിടെ നിന്ന് അവിടെ നിന്ന് പ്രൊട്ടക്ഷനായിട്ട് വന്നതാണ്. 77 ഇവിടെ നിന്ന് മുരിക്കുമേൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ പോയി. അവിടെ 2 വർഷത്തിന് ശേഷം ചിറക്കട സെന്റ് ഫ്രാൻസിൽ പോയി. അവിടെ നിന്ന് വീണ്ടും മാതൃവിദ്യാലയത്തിലേക്ക് പൂഞ്ഞാർ SMBHSS അവിടെ പോയി. അവിടെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തു. 2000 റിട്ടയർ ചെയ്തു. പിന്നീട് ആ സ്കൂളില് ഒരു 3 വർഷം മാനേജരായിട്ട് സേവനം അനുഷ്ഠിച്ചു. ഇപ്പൊ സ്വസ്ഥ ജീവിതം കണ്ണൂരാണ് താമസം. ഇപ്പോൾ വെള്ളത്തോൾ ഹൈസ്കൂളിന്റെ ഹെഡ് മാസ്റ്ററാണ്. സ്വദേശം കോഴിക്കോട്. പേര് വിജയൻ. ഈ ഗുരുക്കന്മാരുടെ ഒക്കെ അടുത്തിരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. എന്റെ പേര് ഷാജൻ. ഞാനാണ് ഇപ്പോൾ വെള്ളത്തോൾ ഹൈസ്കൂളിന്റെ ഹയർ സെക്കൻഡറിയുടെ PTA പ്രസിഡന്റ്. ഞാനിവിടെ അടുത്ത് തന്നെയാണ്. ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ അധ്യാപകരെ, നാട്ടുകാരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾ, 1961 കുട്ടി നിക്കറോട്ട് 8ാം ക്ലാസ്സിൽ വന്ന ഞാൻ 8-9-10 കഴിഞ്ഞ് ഇവിടുന്ന് പോയപ്പോൾ 1975 അധ്യാപകനായിട്ട് ഇവിടെ വരുമെന്ന് എനിക്കല്ല ആർക്കും തന്നെ ഓർമ്മയുണ്ടായിരുന്നു. 75 അധ്യാപകനായിട്ട് വന്ന ഞാൻ 23 വർഷങ്ങൾക്ക് ശേഷം 98 ഈ സ്കൂളിന്റെ പ്രഥമ അധ്യാപകനായി വന്നു. ഈ നാടും ഈ ചുറ്റുപാടും എല്ലാം എന്റെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അതായത് ഈ നാട്ടിൽ തന്നെ ജനിച്ചിവിടെ അല്ലെങ്കിൽ കൂടി ഈ നാട്ടിൽ ജനിച്ചു വളർന്ന എഫക്റ്റിൽ ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നു. എന്റെ പേര് രാജപ്പൻ, PV രാജപ്പൻ. ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഈ സ്കൂളിലെ ഒരു അധ്യാപകനായും ഹെഡ് മാസ്റ്ററായും സേവനമനുഷ്ഠിച്ചു. 1961 മുതൽ 1964 വരെ
ഒരു അധ്യാപകനായി ഞാൻ റുജു ചെയ്തു. പേര് PK ലക്ഷ്മണൻ പിള്ള. ഇപ്പോൾ താമസിക്കുന്നത് ഏറ്റുമാനൂരാണ്. ഞാൻ 1985 ഏതാണ്ട് 6 മാസക്കാലം ആദ്യം ഹെഡ്മാഷായി പ്രൊമോഷൻ കിട്ടി ഇങ്ങോട്ടാണ് വന്നത്. ഇവിടെ കുറെ നാൾ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പല നാരായണന്മാർ പറയുന്ന പോലെ നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻ പുറം നന്മകളാൽ സമർത്ഥം. ഈ നാട്ടിൻ പുറത്തിലെ ഈ കൂട്ടായ്മ, ഈ നാട്ടിൻ പുറത്തിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചതിന് ഞാൻ വലിയ അനുഗ്രഹീതനാണ്. ഇത്രയേറെ സ്നേഹവും ആദരവും നൽകിയിട്ടുള്ള ഒരു വിദ്യാലയം വേറെ എനിക്കില്ല, ഒരിക്കലുമില്ല. എന്നെ യാത്രയച്ചപ്പോൾ വളരെ ആഹ്ലാദത്തോടു കൂടി എന്നെ കൊണ്ട് വിട്ടതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനൊരു കൂട്ടായ്മ ഇവിടെ ഒരുക്കി ഇവിടെ എല്ലാവരെയും കൂടെ സംഘടിപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറായതില് എനിക്ക് അതീവ സന്തോഷമുണ്ട്. ഇത് സംഘടിപ്പിച്ച സംഘാടകരെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. തീർച്ചയായും അവര് ഇത് അനുമോദനാക്കുക തന്നെ. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം നന്മ വരട്ടെ. നമസ്കാരം. ആദ്യമായി എന്നെ ഇവിടെ ക്ഷണിച്ച് നിങ്ങളെല്ലാം കാണുന്നതിനും നിങ്ങൾക്ക് എന്നെ കാണുന്നതിനും അവസരം ഉണ്ടാക്കിയ ആ സംഘാടകരോട് പ്രത്യേകം നന്ദി പറയുന്നു. വലിയൊരു ശ്രമമാണ് ഇതിന്റെ പുറകിലുള്ളത്. ഞാൻ 1962 ഇവിടെ ജോയിൻ ചെയ്യുന്നത്. 65 ഇവിടുന്ന് പോയി. ഞാൻ പഠിപ്പിച്ചതോ ഇവിടെ വേദിയിരിക്കുന്ന പല ആളുകളൊന്നും ജനിച്ചിട്ട് തന്നെ ഉണ്ടാവുകയില്ല. വളരെ ചുരുക്കം പേര് എന്റെ കുട്ടികളായിട്ട് കൂടുതൽ വിളിയുള്ളൂ. എന്നിട്ട് എന്നെ വിളിക്കുകയും ഇതിനെ സംബന്ധിക്കാൻ ഇടവെത്തിയതിൽ പ്രത്യേകം നന്ദി പറയുന്നു. എന്റെ പേര് MK എബ്രഹാം. എന്റെ വീട് കോട്ടയത്തിനടുത്ത് പാമ്പാടിയിലാണ്. ഞാൻ രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്നതാണ്. എന്റെ പേര് TS വേണുഗോപാൽ. ഈ കോളേജ് ഈ സ്കൂളില് ഏറ്റവും കുറച്ച് സർവീസ് ചെയ്തിട്ടുള്ള സാറ് ഞാനായിരിക്കും എനിക്ക് തോന്നുന്നു. കാരണം 5 വർഷം എനിക്ക് ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ. 77-78 കാലഘട്ടത്തിൽ